സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. വലിയ ടോപ്പിക് ആയിട്ട് തോന്നും, പക്ഷെ വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഈ സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. നിങ്ങൾ ഈ 6 പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. സുഖമായിട്ട് ഇതിന്റെ എസ് എ ക്വസ്റ്റൻ ആയിരിക്കും ഇത് ചോദിക്കുക. സുഖമായിട്ട് അതിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ തുടങ്ങാം. ഓക്കെ, ഒരു ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരുപാട് ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ പരിപാടി. എന്താ ഉത്സവം, പെരുന്നാൾ എന്നൊക്കെ പറയുന്ന. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് ഗ്യാദർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം? CDs, ഫയർ ആക്സിഡന്റ്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. അപ്പൊ നമ്മൾ അവിടെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത് പറയുന്ന 6 പോയിന്റ്: വാട്ടർ സപ്ലൈ, ഫുഡ് സേഫ്റ്റി, എക്സ്ക്രീറ്റ ഡിസ്പോസൽ, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ മെഷേഴ്സ്, ഹൗസിങ്. ഈ 6 പോയിന്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതി പോവുക. വാരി വലിച്ചെഴുതാതെ ഓരോ ഹെഡിങ്ങും അതിന് കീഴിൽ കറക്റ്റ് പോയിന്റ്സ് മാത്രം എഴുതി പോയി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം 15-ലൊരു 13-15 മാർക്കോളം തന്നെ കിട്ടാവുന്ന ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാട്ടർ സപ്ലൈ. നമുക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ഫെയർസ് ആൻഡ് ഫെസ്റ്റിവലിൽ നമുക്ക് കിട്ടാവുന്ന ചാൻസ് കൂടിയ രോഗങ്ങൾ ഏതൊക്കെയാ? വാട്ടർ ബോൺ ഡിസീസ് ആയിട്ടുള്ള കൂടുതലും ഡയറിയൽ ഡിസീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരിക അല്ലേ, വാട്ടർ ബോൺ ഡിസീസസ് ആയിട്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് വാട്ടർ. ഈ വാട്ടർ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക? ക്ലീൻ വാട്ടർ സപ്ലൈ ചെയ്യുക എപ്പോഴും. അതുപോലെ തന്നെ എന്താ, അഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ, ഇപ്പം ആൾക്ക് കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിലും പാത്രം കഴുകാനുള്ള ആവശ്യത്തിനായാലും എപ്പോഴും ക്ലീൻ വാട്ടേഴ്സ് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യുക? പുതിയ കിണർ ഒഴിക്കുക, എന്നിട്ട് വെള്ളം സപ്ലൈ ചെയ്യുക. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കിണറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി ക്ലോറിനേഷൻ ചെയ്യണം. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടീസ് ആണ്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ അല്ലെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് അതൊക്കെ. ഡെയിലി എന്ത് ചെയ്യുക? അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ സോഴ്സുകൾ, കിണറായിക്കോട്ടെ മറ്റു ടാങ്കുകളായിക്കോട്ടെ, എല്ലാം ഡെയിലി എന്ത് ചെയ്യുക? ക്ലോറിനേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഈ വാട്ടർ സപ്ലൈ. വാട്ടർ സപ്ലൈ എന്ന് പറയുമ്പോൾ അത്രയും പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതോടെ വാട്ടർ സപ്ലൈ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ഫുഡ് സേഫ്റ്റി. നമ്മൾ നല്ല ക്ലീൻ ഫുഡ് എന്തിന്? റീസണബിൾ പ്രൈസിൽ വിൽക്കുക. ഓക്കെ, നല്ല വൃത്തിയുള്ള ആഹാരം ന്യായമായ വിലയ്ക്ക് വിൽക്കുക, അത് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ അവിടെ മെയിൻലി ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? അവിടെ വിൽക്കുന്ന ഫുഡും മറ്റ് സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്യുക. അതിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ നടക്കുന്നുണ്ടോ? ഈ ഫുഡൊക്കെ അഡിക്വേറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിന്റെ അടുത്ത് വല്ല സെപ്റ്റിക് ടാങ്കോ സീവേജോ ടോയ്ലറ്റോ അങ്ങനെയുള്ള വൃത്തിഹീനമായ അസുഖം വരാവുന്ന സാധ്യതകളുള്ള കണ്ടാമിനേഷൻ പോസിബിൾ ആയ കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ നോക്കലാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ പണി. ഓക്കെ, അപ്പം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ ഫുഡും കവേർഡ് ആണോ എന്നൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് ഹാൻഡ്ലേഴ്സ് ഉണ്ടാവും അല്ലേ? എന്താ ഈ ഫുഡ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത്? ഭക്ഷണം പാചകം ചെയ്യുന്ന അല്ലെങ്കിൽ വിളമ്പുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ ഈ ഫുഡ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫുഡ് ഹാൻഡ്ലേഴ്സിന് എന്ത് നിർബന്ധമാണ്? ഹെൽത്ത് കാർഡും വാക്സിനേഷനൊക്കെ നിർബന്ധമാണ്. അതൊക്കെ എല്ലാവർക്കും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ സപ്ലൈ പറഞ്ഞു, ഫുഡ് സപ്ലൈ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലങ്ങളുടെ അടുത്ത് ഫ്ലൈ കൺട്രോൾ മെഷേഴ്സ് വെക്കണം. ഇല്ലെങ്കിൽ എന്താ, ഈച്ച, മറ്റുള്ള ഈച്ച പോലുള്ള ഇൻസെക്ട്സ് എന്ത് ചെയ്യും? മറ്റുള്ള വേസ്റ്റുകളിൽ പോയിരുന്നിട്ട് വന്ന് പാചകം ചെയ്യുന്ന ഭക്ഷണത്തിലിരിക്കും. അത് കഴിക്കുന്ന കൺസ്യൂമേഴ്സ്, ഒരുപാട് പേര് കൂടുന്ന സ്ഥലമാണല്ലോ ഈ ഫെയർസും ഫെസ്റ്റിവലും. ഈ കഴിക്കുന്നവർക്കൊക്കെ എന്ത് വരും? കോളറയും ഡിസെൻട്രി അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു എപ്പിഡമിക് ആയിട്ട് തന്നെ അത് മാറും. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? വാട്ടർ സപ്ലൈ കഴിഞ്ഞു, ഫുഡ് സപ്ലൈ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് എക്സ്ക്രീറ്റ. വെള്ളം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു, ഇനി അടുത്ത് എക്സ്ക്രീറ്റ. ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം? വാട്ടർ, സോയിൽ, എയർ പൊല്യൂഷൻസ്. ഓക്കെ, ഈ 3 രീതിയിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? മറ്റുള്ള ഇൻസെക്ട്, മെയിൻലി ഈച്ച തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്ട്. ആ ഈച്ച, എലി, അങ്ങനെയുള്ള റോഡൻസിന്റെ ഒക്കെ ബ്രീഡിംഗ് പ്ലേസ് ആയിട്ട് ആക്ട് ചെയ്യും നമ്മുടെ ഈ ഹ്യൂമൻ എക്സ്ക്രീറ്റ. അതുകൊണ്ട് തന്നെ ഈ ഫെയർസും ഫെസ്റ്റിവലും മാത്രമല്ല, ഏതൊരു കണ്ടീഷൻ ആയാലും ഈ എക്സ്ക്രീറ്റ ഡിസ്പോസൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ എക്സ്ക്രീറ്റ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാം, സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കാം, എയർ കണ്ടാമിനേഷൻ ഉണ്ടാക്കാം, അതുപോലെ തന്നെ റോഡന്റിന്റെയും ഫ്ലൈന്റെയും ബ്രീഡിംഗ് പ്ലേസ് ആവാം. ഓക്കെ, ഇനി ഇത് എങ്ങനെ നമുക്ക്
കൺട്രോൾ ചെയ്യുക. ലാട്രിൻ പ്രൊവൈഡ് ചെയ്യുക അല്ലേ? അതെ. ഫീക്കസ് സെഗ്രിഗേറ്റ് ചെയ്യുക, ലാട്രിൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്ക്രീറ്റ ഡിസ്പോസൽ ഒരു ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ അവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ലാട്രിൻസ് ഏതൊക്കെയാ? ഷാലോ ട്രെഞ്ച് ലാട്രിൻ, ഡീപ്പ് ട്രെഞ്ച് ലാട്രിൻ, ബോർ ഹോള്, പിറ്റ് ലാട്രിൻ, ബയോ ടോയ്ലറ്റ് എക്സെട്ര. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ ഒരു ടെമ്പററി ഇവന്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാട്രിൻസ്. നേരെ നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവാം. സോളിഡ് വേസ്റ്റ്. എന്താ സോളിഡ് വേസ്റ്റ്? എനി വേസ്റ്റ് അതർ ദാൻ ഹ്യൂമൻ എക്സ്ക്രീറ്റ. അതായത് നമ്മുടെ ഫെയർസും ഫെസ്റ്റിവലും വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വരുന്ന വേസ്റ്റ്, ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്ന വേസ്റ്റുകൾ, കവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ സോളിഡ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എപ്പോഴും ഒരു ഗാർബേജ് ബാഗ് വേണം. ഓക്കെ, ആ ഗാർബേജ് ബാഗിലായിരിക്കണം ഈ വേസ്റ്റ് ഒക്കെ എല്ലാവരും എന്ത് ചെയ്യേണ്ടത്? നിക്ഷേപിക്കേണ്ടത്. നെക്സ്റ്റ് ഇത് പീരിയോഡിക്കലി, അതായത് റെഗുലർ ആയിട്ട് ഇത് ഈ സൈറ്റിൽ നിന്ന് മാറ്റണം. റെഗുലർ ആയിട്ട് ഇത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അല്ലാതെ അതവിടെ കുമിഞ്ഞു കൂടാനുള്ള ഇടവരരുത്. ഇനി നമുക്ക് മാക്സിമം റീയൂസും റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കണം നമ്മളൊരു ഫെയർസും ഫെസ്റ്റിവലിലും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ നമുക്കിത് ഡിസ്പോസ് ചെയ്യാം സോളിഡ് വേസ്റ്റ്? കൺട്രോൾഡ് ടിപ്പിംഗ്, ഇൻസിനറേഷൻ, ബെറിയൽ, മാനുവർ പിറ്റ്. ഇതാണ് ഒരു സോളിഡ് വേസ്റ്റ് ഡിസ്പോസലിന് ഒരു ടെമ്പററി സെറ്റിങ്ങിൽ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്സ്. എന്തൊക്കെ പറഞ്ഞു ഇതുവരെ? വാട്ടർ പറഞ്ഞു, ഫുഡ് പറഞ്ഞു, എക്സ്ക്രീറ്റ പറഞ്ഞു, സോളിഡ് വേസ്റ്റ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസിൽ ഫസ്റ്റ് ആണ് വാക്സിനേഷൻ. ഒരുപാട് ഫുഡ് ഹാൻഡ്ലേഴ്സും പിൽഗ്രിംസ് ഒക്കെ വരുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ അവർക്കുള്ള വാക്സിനേഷൻസ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം? ഫസ്റ്റ് എയ്ഡ് സെന്റേഴ്സ് ഉണ്ടാവണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനൊരു ഫസ്റ്റ് എയ്ഡ് സെന്റേഴ്സ് നിർബന്ധമാണ്. അതുപോലെ ഒരു ഐസൊലേഷൻ ഫെസിലിറ്റീസ് വേണം. അതിന് പുറമെ ഒരു ആംബുലൻസ്, മൊബൈൽ ICU, ഇതൊക്കെ ഒരു ആൾ കൂടുന്ന ഒരു ടെമ്പററി ഫെയർസ് ആൻഡ് ഫെസ്റ്റിവലിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെ? ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസിൽ വരുന്നതാണ് വാക്സിനേഷൻസും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൗസിംഗ്. ഒരു പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഇവന്റ് അല്ലേ, അവർക്കൊക്കെ അപ്പോൾ താമസിക്കണ്ടേ? അപ്പം അവർക്ക് താമസിക്കുന്ന ഏരിയ എങ്ങനെയായിരിക്കണം? വൃത്തിയുള്ള ഏരിയ ആയിരിക്കണം അവർക്ക് താമസിക്കാനുള്ള ഏരിയ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എല്ലാ ടെമ്പററി ഷെഡും എന്ത് ചെയ്യണം? ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ പെട്ടെന്ന് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ലോഡ്ജിങ് ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ ഇതിനടുത്ത് ഒരു തരത്തിലുള്ള കണ്ടാമിനേഷൻസും പാടില്ല. ഓക്കെ, ഇപ്പൊ 6 പോയിന്റ്, ഈ 6 പോയിന്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് എഴുതി പോവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വാട്ടർ, ഫുഡ്, എക്സ്ക്രീറ്റ, സോളിഡ്, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ മെഷേഴ്സ്, ഹൗസിങ്. ഓക്കെ, നിങ്ങളൊരു ഉത്സവ പറമ്പിൽ ചെല്ലുന്നതായിട്ട് ആലോചിക്കുക. അവിടെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ. ഓക്കെ, അതായത് ഒരു ഹോട്ടൽ കാണുന്നു, വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, ബാക്കി കാര്യങ്ങൾ സോളിഡ് വേസ്റ്റ്, എക്സ്ക്രീറ്റ ഡിസ്പോസൽ, ഒരു കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഈ ഒരു 6 പോയിന്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഈ സാനിറ്ററി അറേഞ്ച്മെന്റ്സ് ഇൻ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. മാക്സിമം ഈ 6 പോയിന്റ് തന്നെ പഠിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാക്കി വെക്കുക, അതുപോലെ എഴുതുക. പബ്ലിക് ഹെൽത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.